വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 40 kg എങ്ങനെ 50 kg ആക്കി എന്നുള്ളൊരു വെയിറ്റ് ഗെയിൻ ജേർണിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ വണ്ണം കൂടിയെന്നോ കുറഞ്ഞെന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ എല്ലാവർക്കും വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്ത് ഫുഡ് മെയിനായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വണ്ണം വെച്ച് കഴിഞ്ഞാലും നമ്മൾ എക്സസൈസ് ചെയ്യണം, അതേപോലെ വണ്ണം കുറച്ചാലും എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. സോ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോഴത്തെ നമ്മൾ ജീവിത ശൈലിയിൽ. സോ എല്ലാവരും ഫുഡ് മര്യാദക്കുള്ള രീതിയിലുള്ളത്, മര്യാദക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ജസ്റ്റ് എക്സസൈസ് ചെയ്യുക. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഒന്ന് നടന്നാൽ മതി. നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 40 kg ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഫസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമായിരുന്നു 40 kg ആയിരുന്ന സമയത്തൊക്കെ. മെയിൻ ആയിട്ടുള്ള കാര്യം, ഞാൻ ഫുഡ് മര്യാദക്ക് കഴിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ മോർണിംഗും ഉള്ള ഫുഡ് ആണെങ്കിലും നൈറ്റുള്ള ഫുഡൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. ആകെ മെയിനായിട്ട് കഴിക്കുന്നത് ഉച്ചക്കുള്ള ലഞ്ച് മാത്രമാണ്. അതും കുറവായിരുന്നു കഴിച്ചിരുന്നത്. അതിനിടയിലൊന്നും ഞാൻ ഫുഡൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അതെനിക്കൊരു മെയിൻ ഒരു പ്രശ്നമായിരുന്നു. മോർണിംഗ് ഉള്ള ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തിന് പ്രശ്നങ്ങൾ വരുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോഴാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും എല്ലാവരും കഴിച്ചിരിക്കണം. സോ ഞാൻ കഴിച്ചിരുന്നില്ല ആ സമയത്ത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുമായിരുന്നു. എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ്, ഏറ്റവും വയറിന് മുകളിലുള്ള ഭാഗത്താണ് എനിക്ക് എപ്പോഴും പെയിൻ വരാറുണ്ടായിരുന്നത്. അത് ഫുഡ് മര്യാദ കഴിക്കാത്തതുകൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മോർണിംഗ് നമ്മൾക്ക് എനർജി തരുന്നത് തന്നെ നമുക്ക് മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് അതിൻ്റെ പ്രശ്നം കളയാനിരിക്കുന്നു എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന. അതിൻ്റെതായ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഗേൾസിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ഡ്രസ്സസൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തത്. ചില നല്ല ഡ്രസ്സസ് ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്യുമല്ലോ. നമുക്ക് തടി കുറവുള്ളവർക്ക് ചില ഡ്രസ്സസൊക്കെ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചില ഡ്രസ്സസൊക്കെ ഞാൻ ഇനി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ഘടകം തന്നെയാണ് ഇതിൽ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ കാര്യം. അവർക്ക് പലതും പറയാം. നമ്മൾ വണ്ണം കുറഞ്ഞാലും കൂടിയാലും നമ്മൾ പറയാനുള്ളത് അവരെന്തായാലും പറയും. സോ അത് ഇഗ്നോർ ചെയ്യുക. അത് മെയിൻ, അത് നമ്മൾ മാറ്റർ ചെയ്യുന്നതല്ല. സോ അത് വലിയ കാര്യമൊന്നുമല്ല. അതൊരു ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, എൻ്റെ ഇത് ഭയങ്കരമായിട്ട് സ്ലിം ആയിരുന്നു. സ്ലിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലവർ പറയും ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതേമാതിരി ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. അതിൽ നിന്ന് ഇത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഭയങ്കരമായിട്ട് വെച്ചാൽ എന്നെ ഫസ്റ്റ് ആരെങ്കിലും കാണുമ്പോൾ എന്നെ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ നെക്കിൻ്റെ പോർഷൻ ആയിരിക്കുള്ളൂ. ഇവിടെ ഭയങ്കരമായിട്ട് സ്ലിമ്മായിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ സ്ലിം ആയിരുന്ന സമയത്ത്. 40 kg ആയിരുന്ന സമയത്തുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ടുള്ളത്, നമുക്ക് കുറച്ച് ഡ്രസ്സസ് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ലിം ആയിരിക്കും വരും. കുറച്ചും കൂടി ക്രോപ്പ് ടോപ്പ്, അതേപോലെ കൊറിയൻ ഡ്രസ്സസ് ഒക്കെ ഇല്ല ഇപ്പോഴത്തെ, അത് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഭംഗി ഉണ്ടാവുക സ്ലിം ആയിരിക്കുമ്പോഴാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഡ്രസ്സസ് ഇടുമ്പോൾ കുറച്ച് ഭംഗി തോന്നാറില്ല, കാരണം കുറച്ച് വണ്ണം വെച്ചപ്പോൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത്, കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു ഞാൻ സ്ലിം ആയിരുന്ന സമയത്ത്. ഇപ്പോൾ കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ 50 kg ആക്കി എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എക്സ്പെഷ്യലി മോർണിംഗ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കുക. ഞാൻ ഇപ്പോഴാണ് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ചു തുടങ്ങിയത്. അത് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും കറക്റ്റ് 3 നേരം മര്യാദക്ക് ഫുഡ് കഴിക്കായിരുന്നു. അതേപോലെ തന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെന്നുള്ളൂ. പണ്ടാണെന്നുണ്ടെങ്കിൽ കാലത്തും കഴിക്കാറില്ല, നൈറ്റും കഴിക്കാറുണ്ടായിരുന്നില്ല.
അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മളെ ലൈഫിൽ. സോ അതുകൊണ്ട് ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അന്ന് വെള്ളം കുടിക്കല ഫുഡും കഴിക്കാറുണ്ടായില്ല. ഇപ്പോൾ വെള്ളം മര്യാദക്ക് കുടിക്കുന്നുണ്ട്. അതിൻ്റേതായ ഗുണങ്ങളും നമുക്കുണ്ടാവും. സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ, ഹെയറിനാണെങ്കിലും, ബോഡിക്കാണെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എന്തായാലും നമ്മളെ സ്കിന്നിലും ബോഡിയിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ വെള്ളം നല്ലപോലെ കുടിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഒരുപാട് വലിച്ചു വാരി കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. അതേപോലെ കറികൾ കൂടുതലാക്കി കഴിക്കുക. അതേപോലെ തന്നെ മോർണിംഗ് കഴിക്കുന്ന ഫുഡാണെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കുക. ഒരുപാട് കഴിക്കാതെ ഇരിക്കുക. ഒരുപാട് ഫില്ലായാലും നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഷുഗർ ക്രേവിങ്സ് വരുന്നുണ്ട്. ശരിക്കും ഷുഗർ എല്ലാവരും കട്ട് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ എനിക്ക് മധുരത്തിനോട് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ മധുരം ഒരുപാട് കഴിക്കുന്നു. അതേപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കാറില്ല. പക്ഷേ ഇനി എന്തായാലും കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ പക്ഷെ ഞാൻ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പക്ഷെ പാല് കുടിക്കാറുണ്ട്. പാലിലാണെങ്കിൽ ഷുഗർ കുറച്ചിടാറുള്ളൂ. അപ്പോൾ ഷുഗർ ഒരുപാട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാൻ. പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എനിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ചു തുടങ്ങിയത്. കാരണം ഫസ്റ്റ് ടൈമിലൊന്നും ഞാൻ ഫുഡേ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെൽത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ വരാറില്ല. അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന പെയിൻ ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.